നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡ് വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകാം. കോവിഷീൽഡ് വാക്സിൻ നിർമ്മാതാക്കളായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആസ്ട്രാസെനയ്ക്ക് യുകെയിൽ കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് പാർശ്വഫലങ്ങൾ സംബന്ധിച്ച ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. നമുക്കറിയാം, കോവിഡ് പിടിമുറുക്കിയ ആ ഒരു ആദ്യ നാളുകളിലെല്ലാം തന്നെ നമ്മളെല്ലാവരും വളരെ ഭയത്തോടു കൂടിയിട്ടാണ് ജാഗ്രത പുലർത്തി വീടുകളിലടക്കം കഴിയുന്നുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട് രാജ്യങ്ങൾ പലയിടത്തും അത് പകരുകയും നിരവധി ആളുകളാണ് മരണത്തിന് ഇടയാക്കിയത്. ആശുപത്രികളിലെല്ലാം തന്നെ ഇത്തരത്തിൽ കോവിഡ് പിടിവിട്ട് വരുന്നവർക്ക് കിടക്കാൻ പോലും സൗകര്യങ്ങളില്ലാത്ത അവസ്ഥ നമ്മൾ കണ്ടു. പക്ഷേ കേരളത്തിലടക്കം മരണതോത് വളരെ കുറവായിരുന്നു. അതിൽ നമ്മളൊരു കൂട്ടായ വിജയം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിൽ മരണതോത് കുറയ്ക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചത്. പക്ഷെ പിന്നീട് കോവിഡ് ഒന്ന് കുറഞ്ഞു വന്ന ഒരു സാഹചര്യത്തിലാണ് വാക്സിൻ എല്ലാവരും എടുത്തത്. വാക്സിൻ എല്ലാവരും എടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് അടക്കം നൽകിയിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ കോവിഡ് വാക്സിൻ എടുത്തവരാണ്. പക്ഷേ ഇപ്പോൾ കോവിഡ് വാക്സിനൊക്കെ എടുത്തു. കോവിഡൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഒരു കുറഞ്ഞ് നിന്ന് എല്ലാവരും സാധാരണ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് ഇത്തരത്തിൽ കോവിഡ് വാക്സിൻ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത് ഇത്തരത്തിൽ വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകാം. അത് തന്നെയാണ് വീണ്ടും ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ രക്തം കട്ടപിടിക്കാമെന്നും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് കുറയുമെന്നാണ് പ്രസ്തുത ഫാർമ കമ്പനിയുടെ റിപ്പോർട്ട്. കോവിഡ് വ്യാപന സമയത്ത് 2 ഡോസ് കോവിഷീൽഡ് വാക്സിൻ എടുത്തവരാണ് കേരളത്തിലെയും ഭൂരിപക്ഷം പേരും. കോവിഡ് വ്യാപനം കുറഞ്ഞെങ്കിലും ഇത് സംബന്ധിച്ച് സംശയങ്ങൾ സമൂഹത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്നതാണ് സത്യം. കോവിഡിന് ശേഷം പലർക്കും പലതരം അസുഖങ്ങളും രോഗലക്ഷണങ്ങളും വന്നതോടെ കോവിഡിന്റെ അനന്തരഫലങ്ങളും വാക്സിന്റെ പാർശ്വഫലങ്ങളും സംബന്ധിച്ച് ആശങ്കകളും അഭ്യൂഹങ്ങളും ഉയർന്നു. അതിനിടെയാണ് ആസ്ട്രാസെനക്കയുടെ വെളിപ്പെടുത്തൽ. അത് വിവാദമായതിന് പിന്നാലെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റുകളിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കി കേന്ദ്ര സർക്കാർ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ടാണ് ചിത്രം നീക്കിയതെന്നാണ് വിശദീകരണം. കോവിഷീൽഡ് വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന വിവാദത്തിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ വന്ന പോസ്റ്റുകളിലാണ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദി അപ്രത്യക്ഷമായെന്ന വിവരം ആദ്യം എത്തിയത്. കൊറോണ വൈറസിനെതിരായ ഇന്ത്യയുടെ കൂട്ടായ പോരാട്ടം എന്നെഴുതിയ സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും നേരത്തെ ഉണ്ടായിരുന്നു. നിലവിൽ COVID-19 ഇന്ത്യ ഒരുമിച്ച് പോരാടുമെന്ന വാക്യം മാത്രമാണുള്ളത്. പ്രധാനമന്ത്രിയുടെ പേരും സർട്ടിഫിക്കറ്റിൽ നിന്ന് നീക്കം ചെയ്തെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ 2022 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദിയുടെ ചിത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് മാറ്റിയിരുന്നു. ഏതായാലും കോവിഡ് വാക്സിൻ നൽകിയത് മൂലമാണ് കോവിഡിൽ നിന്ന് അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് എന്നുള്ളത് മറ്റൊരു കാര്യം. പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നുകളോ വാക്സിനുകളോ ഇല്ല. വളരെ ഗൗരവമേറിയ ഒരു രോഗബാധ സാഹചര്യത്തിൽ വളരെ പാർശ്വഫലം കുറഞ്ഞതും അതേസമയം രോഗങ്ങൾക്കെതിരെ മികച്ച ഫലം നൽകുന്നതുമായ വാക്സിനുകളാണ് ഗവേഷണത്തിലൂടെ കണ്ടെത്തുന്നത്. നിരവധി പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർശ്വഫലങ്ങൾ ഏറ്റവും കുറഞ്ഞ വാക്സിനാണ് ജനങ്ങൾക്ക് നൽകുന്നത്. പാർശ്വഫലങ്ങൾ കണ്ടെത്തിയാൽ തുടർ ഗവേഷണങ്ങളിൽ പുതിയവ കണ്ടെത്തും. കോവിഡ് വാക്സിൻ സംബന്ധിച്ച് ഇതേ പാതയിലാണ് വൈദ്യശാസ്ത്രം മുന്നേറുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്.